ഇത് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പോകണം തോന്നിയാൽ ഞാൻ പോവാൻ അതിനകത്ത് വേറെ സംശയമില്ല. പക്ഷേ ആ സമയത്ത് ടിൻഡു ഫ്രീ ആയിരുന്നു. ടിൻഡുവിനോട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, ടിൻഡു ഞാനിങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, തനിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പോന്നോ? അപ്പം ഷി വാസ് റെഡി, ആ പോകാം. അപ്പം ഞങ്ങളുടെ കൂടെ ഉമ, മുഖി ബുട്ടിക്കിൻ്റെ ഓണർ, ഞങ്ങൾ ജസ്റ്റ് എന്നാൽ ഉമയോടും കൂടെ ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുള്ളിക്കാരിയും അത്. പക്ഷെ എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആണെന്ന് ചോദിച്ചാൽ അല്ല. അവിടെയും എനിക്ക് മനസ്സിലായത് ഒരു ഡെസ്റ്റിനിയും ഉണ്ട് അവിടെ. ഞങ്ങൾ 3 പേർക്കും ആണ് ഒന്നിച്ച് ആ ഒരു സ്പിരിച്വൽ സ്ഥലത്ത് പോകാൻ പറ്റുന്നത്. അങ്ങനെ വന്നതാണ്. അങ്ങനത്തെ ട്രിപ്സ് എല്ലാം ആക്ച്വലി അടിപൊളി ലൈഫിൽ. അൺപ്ലാൻഡ് ആയിരുന്നു. ഞാനൊരു ദിവസം രാവിലെ ഒരു 8 മണി 9 ആകുമ്പോഴത്തേക്കും ഇത് കാണുന്നു. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ശിവരാത്രിയാണ്. ഞാൻ രാവിലെ ഒരു 9 മണിക്ക് ഡിസൈഡ് ചെയ്യുന്നു, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്. കാരണം ഇനി ഇത് 100 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞാനില്ല, എന്തോ ഒരു തീരാറായ സമയത്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പെട്ടെന്ന് ദിവസം രാവിലെ ഞാൻ സ്വയം പറയുക, പൊന്നു ഇത് തീർന്നു, ഇനി നിനക്കില്ല, നീ മരിക്കും, ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ഉച്ചയായപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങി. 9 മണി 10 മണിയാകുമ്പം എനിക്ക് തോട്ട് വരുന്നു, ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു. ഇതായിരുന്നു ആ യാത്ര. ഒട്ടും പ്ലാൻഡ് അല്ല. അപ്പൊ ഈ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യണമെന്ന് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് ഏതാണ്? മേഘാലയോട് ഭയങ്കര ഒരു ഇതുണ്ട്. എന്താന്ന് എനിക്ക് അറിയില്ല. മഴ പെയ്യുന്ന സ്ഥലം ആയതുകൊണ്ടായിരിക്കും. അറിയില്ല. ഞാൻ അവിടുത്തെ വെള്ളം, മല, അവിടുത്തെ ചെടികൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. എനിക്ക് അത് ഭയങ്കര ഒരു ആഗ്രഹം. പക്ഷെ ഇതുവരെയും